ഹായ് വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി കൂന്തൽ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ കൂന്തൽ വെച്ചിട്ട് നല്ല ടേസ്റ്റി ബിരിയാണി വളരെ സിമ്പിളായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാനാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ബിരിയാണി സിമ്പിളാണ് കേട്ടോ, അതായത് ദം ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കതിന് എന്തൊക്കെ സാധനങ്ങൾ വേണം നോക്കാം. അപ്പോൾ നമ്മൾ 3 കപ്പ് ബിരിയാണി അരി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കൂന്തലാണ്. 1/2 കിലോ കൂന്തൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 3 വലിയ സവാള, 3 തക്കാളി, 5 പച്ചമുളക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി 2 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മല്ലിച്ചപ്പും വേണം. അപ്പോൾ നമുക്ക് ആദ്യം കൂന്തലിൽ മസാല ഒക്കെ ഒന്ന് തേച്ച് വെക്കണം. ആദ്യം കൂന്തലൊന്ന് ഫ്രൈ ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് 3 ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. മസാലയൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കൂന്തലിട്ട് കൊടുക്കുക. എന്നിട്ട് കൂന്തൽ ക്ലോസ് ചെയ്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഈ കൂന്തലിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം നന്നായിട്ട് വറ്റി പോകുന്ന വരെ വേവിച്ചെടുക്കണം. കൂന്തൽ നമ്മൾ പിന്നീട് ദമ്മ് ചെയ്യുന്നില്ല, അത് കാരണം ഇപ്പോൾ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതാ ഇപ്പോൾ നല്ല രീതിയിൽ വെള്ളമൊക്കെ വറ്റി കൂന്തൽ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ സവാള വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഇഞ്ചിയും ചെറിയുള്ളിയും കൂടി പേസ്റ്റ് ചെയ്തതാണ്. 2 ടീസ്പൂണാണത്. അതുപോലെ തന്നെ 5 പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ തൈര് ചേർക്കണം. നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ അത് നല്ലതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കൂന്തൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ എല്ലാം നല്ല റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ ചോറിൻ്റെ പണി നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് 2 ഏലക്കായി, ചെറിയ കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ ചെയ്യണത്. ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ച് വന്ന ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. അരി വെന്ത് വരുന്നവരെ ക്ലോസ് ചെയ്ത് വെക്കുക. അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സാധാരണ നെയ്ച്ചോറ് വെക്കുന്ന പോലെ തന്നെ ആ ഒരു വേവിൽ തന്നെ റെഡിയാക്കുക. കാരണം നമ്മൾ ദമ്മ് ചെയ്യുന്നില്ലല്ലോ, അത് കാരണം അതിൻ്റെ വേവൊക്കെ കറക്റ്റ് രീതിയിൽ തന്നെ ആക്കി വെക്കുക. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ചോറ് കുറേശ്ശായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്കിത് ക്ലോസ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ യൂസ് ചെയ്യുന്ന ആ സമയം മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമ്മൾ കൂന്തൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള ബിരിയാണിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്.
അപ്പോൾ നിങ്ങളെല്ലാവരും കൂന്തൽ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ്.